ഈ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ടൂ വീലർ ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മളുടെ കഷ്ടപ്പാട്. പ്രത്യേകിച്ച് റോഡ് മോശമാണ്, പിന്നെ ലിമിറ്റഡ് ബസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. 2-3 തവണ ബസ്സുകൾ തട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നല്ലത് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇഷ്യൂ വളരെയധികം ചർച്ച ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മളെപ്പോഴും പറയണമല്ലോ, എടുത്ത് പറയണം. നമുക്ക് എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ പോലും അത് പറയണമെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഇപ്പോൾ ചീനിക്കാസൊക്കെ ഒരു 2 ദിവസത്തെയാന്ന് തോന്നുന്നുണ്ട്. അവരുടെ തുക ബസ്സിൻ്റെ ഫ്രീ ആണ് ടിക്കറ്റ്, ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. ഒരു ബക്കറ്റായിട്ട് വരും, അപ്പോൾ അതിൽ നമ്മളുടെ സംഭാവന ഇട്ട് കൊടുക്കണം. അതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ വണ്ടിക്ക് പോകുമ്പോൾ കണ്ടായിരുന്നു, ഫ്ലെക്സൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം. അങ്ങനെയും പിന്നെ നമ്മൾ അഴീക്കോട് ഭാഗത്തുള്ള വ്യാസ ബസ്, ഷാജി എന്ന് പറയുന്ന ചേട്ടൻ്റെയാണ്, ഷാജി ഗ്രൂപ്പിൻ്റെ വ്യാസ ബസ്. അപ്പോൾ അവരും ഇത്തരത്തിൽ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. 2 ദിവസത്തെ സർവീസ് ഫുള്ളും, പിന്നെ പോരാത്തതിന് ബസ് ഡ്രൈവേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഒക്കെ വേതനം കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ല കാര്യമായിട്ട് തോന്നി. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമെന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ, ഇപ്പോൾ മലയാളികളുടെ ഇടയിലാണെങ്കിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പക്ഷെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കണം അല്ലെ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളിൽ. അപ്പം അതിൽ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ബസ്സുകാർക്ക് മാത്രമല്ല, ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എടുത്ത് പറഞ്ഞതെന്ന് മാത്രമാണ്. അവരുടെ സർവീസസും അവരുടെ സാലറിയും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റൂട്ട് പറഞ്ഞു. ഇത്തരത്തിൽ ഓടുന്ന ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക.